إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ പടച്ചതമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ വസിയത്ത് നടപ്പിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 153 വചനമാണ് ഞാൻ ആമുഖമായി ഓതിവെച്ചത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ട് ഏകദേശം 1400 വർഷങ്ങൾ കഴിഞ്ഞു. ഈ ദീൻ എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് പഠിപ്പിക്കാത്ത ഒന്നും തന്നെ മതപരമായി അനുഷ്ഠിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു വര വരയ്ക്കുകയുണ്ടായി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വര വരച്ചു, മുസ്തഖീമ,
നേരായ ഒരു വര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ അങ്ങ് വരച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അള്ളാന്റെ റൂട്ട്, സിറാത്തുൽ മുസ്തഖീമായ റൂട്ട് ഇതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വഅൻ ശിമാലിഹി, പിന്നെ അതിന്റെ ഇടത്തോട്ടും വലത്തോട്ടും പ്രവാചകൻ അങ്ങനെ വരച്ചു. ഈ വരയെ ക്രോസ് ചെയ്തുകൊണ്ട് ചില വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കുകയുണ്ടായി. എന്നിട്ട് സുമ്മ ഖാല, അവിടുന്ന് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് ചില വഴികളാണ്, മുതഫർരിഖത്തുൻ, ഭിന്നിച്ചു നിൽക്കുന്ന ചില വഴികൾ, അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ആ ഓരോ വഴിയിലും പിശാച് ഉണ്ടായിരിക്കും, യദ്ഉ ഇലൈഹി, അവനിലേക്ക് ക്ഷണിക്കുന്ന, പിശാചിലേക്ക് ക്ഷണിക്കുന്ന, അവന്റെ റൂട്ടിലേക്ക് ക്ഷണിക്കുന്ന ഓരോ പിശാചുക്കൾ ഈ ഓരോ വഴിയിലും ഉണ്ടായിരിക്കും. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖറഅ, എന്നിട്ട് ഞാൻ ഈ ഓതി വെച്ച ആയത്ത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഈ ആയത്ത് ഓതുകയുണ്ടായി. എന്താണ് ആയത്തിനർത്ഥം? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീമായ പാത, പ്രവാചകന്മാരുടെ പാത, ഔലിയാക്കളുടെ പാത, സ്വഹാബത്തിന്റെ പാത, സലഫു സ്വാലിഹുകളുടെ പാത, അത് ഇതാണ്. ഈ റൂട്ടിലൂടെയാണ് നിങ്ങൾ എല്ലാവരും പോകേണ്ടത്. ഫത്തബിഊഹു, നിങ്ങൾ ആ റൂട്ടിനെ, ആ പാതയെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ മറ്റു മാർഗങ്ങളെ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ പിൻപറ്റിയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് ചെയ്യുക. ദാലികും വസ്വാകും ബിഹി, ഇതാകുന്നു നിങ്ങൾക്ക് ഞാൻ നൽകുന്ന വസിയ്യത്ത്, പടച്ച തമ്പുരാൻ നൽകുന്ന വസിയ്യത്താണത്. നിങ്ങൾ ഈ വസിയ്യത്ത് നടപ്പിലാക്കണം, റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ മാർഗം, അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് സ്വർഗാവകാശികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് സമയത്ത് പറഞ്ഞതും അങ്ങനത്തെയാണ്, തറക്തു ഫീകും അംറൈൻ, നിങ്ങൾക്ക് രണ്ട് കാര്യം ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വെറുതെ പോവുകയല്ല. 23 വർഷക്കാലത്തെ പ്രവാചകന്റെ പ്രബോധനം അത് അവസാനിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ പറഞ്ഞത്, രണ്ട് കാര്യം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവുകയാണ്. ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ഞാനുള്ളത് എങ്ങനെയാണോ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ദീൻ, അതുപോലെ നിലനിൽക്കും, ഒരു സംശയവും വേണ്ട. ആ റൂട്ടിനെ നിങ്ങൾ പിൻപറ്റുക. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, അതിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നാണ്. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹു മൻ യഇശ് മിൻകും, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാകും? ഫസറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിരിക്കുന്ന സഹാബത്തിനോട് പറയുന്നു, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. ഒന്നാമത്തത്, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തു ഖുലഫാഉർ റാഷിദീൻ, ഖലീഫമാരുടെ, നിങ്ങളുടെ ഭരണാധികാരികളുടെ, ഭരണകർത്താക്കളുടെ സുന്നത്തിനെയും ചര്യകളെയും മുറുകെ പിടിക്കണം. അൽ മഹ്ദിയീന, സച്ചരിതരായ, അല്ലു അലൈഹ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് അതിനെ നിങ്ങൾ കടിച്ചു പിടിക്കണം. മുൻപല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ അങ്ങ് ഊരിപ്പോരും. അതുകൊണ്ട് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം, പിടിച്ചാൽ വിടൂല പിടുത്തം. എന്നിട്ടോ വഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം, മുഹ്ദസാത്തുൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം, എല്ലാ പുതിയതും ബിദ്അത്ത് തന്നെയാണ്. വകുല്ലു ബിദ്അത്തിൻ വലാല, എല്ലാ ബിദ്അത്തും വഴികേടിലാണ്. മറ്റൊരു റിവായത്തിൽ വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാകുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയ മറ്റൊരു ഉപദേശം, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിഫിറാഇൻ, എന്റെ ഉമ്മത്ത് പിൻപറ്റുക തന്നെ ചെയ്യും. മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ മുമ്പുള്ള സമുദായത്തെ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ഹുജ്റ ദബ്ബിൻ, അങ്ങനെ അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ,
ലത്തബഅ്തുമൂഹും, നിങ്ങളും അതിനെ പിൻപറ്റും, നിങ്ങൾ അതിന്റെ പിന്നാലെയും പോകും. ഖുൽനാ യാ റസൂലല്ലാഹ്, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദ വൻ നസാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളുമായോ? പൂർവ്വ സമുദായം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണോ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമൻ, പിന്നല്ലാതെ ആരാണ്? ഉടുമ്പ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ഉടുമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പരിചയമുള്ള ഒരു ജീവിയാണ്. മനുഷ്യന്റെ ആയുസ് പോലെ തന്നെയാണ്. 60-70 വയസ്സാണ് ഉടുമ്പിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ. ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ മാളമാണ്. ആ ഇടുങ്ങിയ മാളത്തിലൂടെ ഉടുമ്പിന് അങ്ങോട്ട് കയറിയാൽ തിരിച്ചു വരാൻ കഴിയില്ല, റിവേഴ്സ് വരണം. കാരണം അതിന് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് അതിനകത്ത് ഉണ്ടാവില്ല. ഒരു ശത്രു വന്നാൽ ആക്രമിക്കാനുള്ള പഴുത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാളത്തിലേക്കാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഓടിക്കയറിയതെങ്കിൽ നിങ്ങളും അതിന്റെ പിന്നാലെ പോകുമെന്ന്. അത്രക്ക് ചാണിന് ചാണായും മുഴച്ചിന് മുഴമായും ആ സമുദായത്തെ നിങ്ങൾ പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് കൂടി, അലാ ഇന്ന മൻ ഖബലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല. ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ, 72 പാർട്ടികളായി പിരിഞ്ഞു, 72 ഫിർഖത്തുകളായിട്ട് അവർ മാറി. എന്നാൽ ഈ ഉമ്മത്തുണ്ടല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച എന്റെ സമുദായം 73 മാറും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഒന്ന് മാത്രം, ധാരാളം നമ്മൾ കേട്ടുള്ള ഹദീസാണ്, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊന്നിലാണോ ഇന്ന് നിലനിൽക്കുന്നത്, ഇന്ന് നിലകൊള്ളുന്നത്, ആ നിലപാട് സ്വീകരിച്ചവർ. നമ്മൾ ആ നിലപാട് സ്വീകരിച്ചവരെ മാത്രമേ അറിയുള്ളൂ. ഖുർആനും സുന്നത്തും എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പിഴച്ചു പോയ ആളുകൾ 72 പാർട്ടിയായിട്ട് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണ് 72 പാർട്ടികൾ? നമ്മളെപ്പോഴും പിരിഞ്ഞു പോരാത്ത സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരെ പറ്റി പഠിച്ചിട്ടുള്ളൂ. പിഴച്ചു പോയവർ ആരാണെന്ന് അറിഞ്ഞാലേ അവരുടെ വിശ്വാസം നമുക്കുണ്ടോ ഇല്ലേ എന്നറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 72 വിഭാഗത്തെ സംബന്ധിച്ചും നമുക്ക് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിനെ റബ്ബായും റസൂലിനെ നബിയായും ഖുർആനിനെ വേദഗ്രന്ഥമായും അംഗീകരിക്കുന്ന ഈ ഉമ്മത്ത് തന്നെ 73 മാറും എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കണം. 72 നരകത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച അള്ളാഹുവിനെ റബ്ബായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും അംഗീകരിക്കുന്ന 72 പാർട്ടികളും നരകത്തിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന്റെ ചരിത്രം, ഹിജ്റ 429 മരണപ്പെട്ട ഇമാം അബ്ദുൽ ഖാഹിർ ഇബ്നു ത്വാഹിർ അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫിർഖു ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ ഈ 72 പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ എന്നാണ് ഈ ഫിർഖത്ത് തുടങ്ങിയത്, ഭിന്നിപ്പ് തുടങ്ങിയത്? അത് ഇന്ന് തുടങ്ങിയതല്ല. ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ തന്നെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വധത്തിലേക്ക് നയിക്കുന്ന ആഭ്യന്തര കലഹം അന്ന് തുടങ്ങി. അന്ന് തുടങ്ങിയെന്ന് മാത്രമല്ല, അതിന് കാരണക്കാരായ ആളുകൾ ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു അതിന്റെ പിന്നിലായത്. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളെ ഭിന്നിച്ച് ചേർത്തിയ ഈ ഫിർഖത്ത് എന്ന് പറഞ്ഞില്ലേ, ഈ ഫിർഖത്തിൽപ്പെട്ട ടീമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചില കുടുംബക്കാരായ ആളുകളെ ചില നാടുകളിൽ ഗവർണറായി നിയമിച്ചിരുന്നു. യോഗ്യരായതുകൊണ്ട് നിയമിച്ചതാണ്. പക്ഷേ ആരോപണം വന്നത് എന്താണ്? ഉസ്മാൻ ബന്ധുക്കൾക്ക് അധികാരം നൽകുന്നു, അവർക്ക് പ്രാമുഖ്യം നൽകുന്നു എന്ന് പറഞ്ഞ് ശക്തമായ പ്രചരണം നടന്നു. അതുപോലെ തന്നെ കൂഫയിലെയും ബസറയിലെയും ഈജിപ്തിലെയും ഭരണാധികാരികളെ, അന്നാട്ടിലെ ആളുകളെ മോശമായി, ഈ ഖലീഫയെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ പലതും ആ നാട്ടിൽ നടക്കുകയുണ്ടായി. അങ്ങനെ ഇതിന്റെ വിവരം അന്വേഷിക്കാനും ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് ബോധ്യപ്പെടാനും വേണ്ടി അവരെല്ലാവരും, ആരോപണ വിധേയരായ ആളുകൾ എല്ലാവരും ഭരണാധികാരിയെ വന്ന് കണ്ട് സംസാരിച്ചു, എല്ലാം ക്ലിയറാക്കി, എല്ലാം സോൾവ് ആക്കി പോയി. പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു കത്ത് ലഭിച്ചു, ഖലീഫയുടേത് എന്ന പേരിൽ ഒരു വ്യാജ കത്ത്. എന്താണ്? ഈ ആരോപണ വിധേയരായ ആളുകൾ
അവരവരുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികൾ ഇവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജ കത്ത് ഇറക്കിയതാരാണ്? ഈ കലാപകാരികളാണ് എന്നും പറയപ്പെടുന്നു. അതല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സെക്രട്ടറിയാണ് ഇത് ചെയ്തത് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും ആ കത്ത് വിശ്വസിച്ച ആളുകൾ ഒരുമിച്ചു കൂടി, പിന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ചിലരും കൂടി ചേർന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ വധിക്കാനായിട്ട് വീട് വളഞ്ഞു. ദിവസങ്ങളോളം വീട് വളഞ്ഞ് അവസാനം ഒരു വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മതിൽ ചാടി കടന്ന് കൊന്നുകളയാനുണ്ടായത്. അവിടെ തുടങ്ങി ഫിർഖത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയെ മുറുകെ പിടിക്കണം. ഇവിടെ ഖുലഫാഉർ റാഷിദ് അംഗീകരിക്കാൻ തയ്യാറായില്ല, ഖലീഫയുടെ ഭരണത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഭിന്നിപ്പിന്റെ വിത്ത് മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നീട് അവിടുന്ന് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് ഷിയാത്തു അലി എന്ന രീതിയിൽ അവർ കുറച്ച് ആളുകൾ സംഘടിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെ ഖവാരിജുകൾ എന്നൊരു വിഭാഗം പുറപ്പെട്ടു. അന്നേ പുറപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വിഭാഗങ്ങളെല്ലാം. ഇതിനെ സംബന്ധിച്ചുകൊണ്ട് അൽ ഫിറഖു ബൈനൽ ഫിറഖ് എന്ന കിതാബിൽ ഇമാം അബ്ദുൽ ഖാഹിർ ബിൻ താഹിർ ബഗ്ദാദി റഹ്മഹുല്ലാഹ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നു. അതുപോലെ അതിന് ഹിജ്റ 597 മരണപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസിയുടെ തൽബീസു ഇബ്ലീസ് എന്ന കിതാബിലും ഈ ഫിർഖത്ത്, ഈ ഭിന്നിപ്പിന്റെ കക്ഷികൾ വിശദീകരിക്കുന്നു. ഖദ് ലഹറ ലനാ മിൻ ഉസൂലിൽ ഫിറഖ്, അടിസ്ഥാനപരമായി ഭിന്നിച്ചിട്ടുള്ള ഈ ആളുകളെ നമ്മുടെ വീക്ഷണത്തിൽ അൽ ഹറൂരിയാക്കളാണ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനെ തള്ളി പറഞ്ഞ ഒരു വിഭാഗം. പിന്നെയോ വൽ ഖദരിയാക്കള്, അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന വിഭാഗം. മൂന്നാമത്തേത് വൽ ജഹ്മിയാക്കൾ, അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്ന, അള്ളാഹുവിന്റെ സിഫത്തിന് നേർക്കുനേരെ അർത്ഥം പറയാൻ പാടില്ല, അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗം, അള്ളാഹിന്റെ പല സിഫത്തുകളെയും നിഷേധിക്കുന്ന ഒരു വിഭാഗം. പരിശോധിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ നാട്ടിലോ നമ്മുടെ പരിസരത്തോ ഒക്കെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എങ്കിൽ ഈ ഫിർഖത്തിൽ പെടുമോ എന്നുള്ളത്. വൽ മുർജിആക്കൾ എന്ന് പറഞ്ഞാൽ ഈമാനിൽ നിന്ന് കർമ്മങ്ങളെ പിന്തിരിപ്പിക്കുന്ന ആളുകൾ. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ യദുറു മഅൽ ഈമാനി മഅസിയ, ഈമാൻ ഉള്ളവന് പാപങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈമാൻ ഉള്ളവന് പാപം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം കമാല യൻഫഉ മഅൽ കുഫ്രി ത്വാഅ, കാഫിറായ നിഷേധികളായ സത്യനിഷേധികളായ ആളുകൾ നന്മ ചെയ്താൽ അതുകൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. അതുപോലെ ഈമാനുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ ഒരു രൂപത്തിലുള്ള ചിന്താഗതിക്കാരായ ആളുകൾ, ഇതൊന്നും ഇന്ന് നിലവിലില്ല. ഈ ചിന്താഗതി നിലവിലില്ല. നമ്മൾ സാധാരണ 72 വിഭാഗം പറഞ്ഞേതാ? സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി, ഇങ്ങനെ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള സംഘടനകൾ തന്നെ. ഇതൊന്നുമല്ല. ഈ സംഘങ്ങളെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഒരു ഹിജ്റ 100-150 വർഷത്തിനുള്ളിൽ തന്നെ ഇവരെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു. അല്ലാണ്ട് നമ്മുടെ സംഘടന SSFും അതുപോലെ MSFും പോലെയുള്ള സംഘടന അല്ല ഉദ്ദേശിക്കുന്നത്. അഖീദയാണ്, ഈ വിശ്വാസമാണ്. ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ 150 ഹിജ്റക്കുള്ളിൽ തന്നെ എല്ലാം വന്നു പോയിരിക്കുന്നു. അവരുടെ വിശ്വാസങ്ങൾ പല ആളുകളിലും ഒറ്റയായും തെറ്റയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രം. അതിൽ ഞാൻ പറഞ്ഞത് ഖദരിയാക്കൾ, ജഹ്മിയാക്കൾ, മുർജിയാക്കൾ. പിന്നെയോ റാഫിദിയാക്കൾ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. റാഫിദിയാക്കൾ ഷിയാക്കളിലെ വിഭാഗമാണ്. 12 വിഭാഗമുണ്ട്. ഇതെല്ലാറ്റിലും 12 ഉണ്ട് കേട്ടോ. പിന്നെ ജബരിയാക്കൾ, മനുഷ്യർക്ക് സ്വതന്ത്രമായി ഒന്നും കഴിവില്ല. ജബരിയാക്കൾ, നമ്മൾ ചിന്തിക്കണം, ആ വിശ്വാസം നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോന്ന്. മനുഷ്യർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്. ഈ വിരലും നനക്കണമെങ്കിൽ പോലും എനിക്ക് അള്ള കഴിവ് തന്നിട്ടില്ല, അത് അനക്കണമെങ്കിൽ അള്ള എനിക്ക് ഇപ്പൊ കഴിവ് തരണം. ഈ രൂപത്തിൽ വിശ്വസിക്കുന്ന, അതായത് മനുഷ്യർക്ക് സ്വതന്ത്രമായ കഴിവില്ല, മനുഷ്യർക്ക് ഇഖ്തിയാർ എന്നുള്ളതില്ല, തെരഞ്ഞെടുക്കാനുള്ള കഴിവേ ഇല്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ള തരുന്ന അപ്പപ്പ തരുന്ന കഴിവാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? മെഡിസിൻ പഠിച്ച ഒരാളുടെ അടുത്ത് പോകേണ്ടതുണ്ടോ? രോഗത്തിന് ചികിത്സക്ക് വേണ്ടി ഏതെങ്കിലും സ്കൂൾ മാഷ് എടുത്ത് പോയാൽ പോരെ? എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പ സ്കൂൾ മാഷിക്ക് കഴിവ് കൊടുക്കൂലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും കഴിവ്, മനുഷ്യ കഴിവിന് അതീതമായതല്ലാത്ത മനുഷ്യ കഴിവ് എന്ന നിലക്ക് കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ എടുത്തു മാറ്റുകയും ചെയ്യും.
അപ്പൊ ഈ 6 വിഭാഗങ്ങൾ അസ്ലുൽ ഫിറഖിൽ മാലത്തി ഹാദിഹിൽ ഫിറഖുസ് സിത്ത്, ഈ 6 കക്ഷികളാണ് പിഴച്ച കക്ഷികളുടെ മെയിൻ അടിസ്ഥാനപരമായ 6 കക്ഷികളാണ് ഇവർ. എന്നിട്ട് ഈ 6 കക്ഷികളുണ്ടല്ലോ, 6 വിഭാഗം, ഈ 6ഉം 12 ആയിട്ട് തിരിഞ്ഞു. അപ്പൊ 12 6 72, 12 6 72. അങ്ങനെയാണ് ഈ 72 വിഭാഗം നരകത്തിൽ പോകുന്ന പറഞ്ഞു. ഈ പറഞ്ഞ ഫിർഖത്ത് എല്ലാം നരകത്തിലാണ്, ഒരു സംശയവും വേണ്ട. ഫസാറത്ത് ഇസ്നതൈ വസബഈന ഫിർഖ, അങ്ങനെ 72 വിഭാഗമായി മാറിയെന്നാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം, ഈ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം അൽ ഹറൂരിയ. ഹറൂരിയ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിന്റെ ഭരണകാലത്തുണ്ടായ ഒരു ടീമാണ്. അലി റളിയല്ലാഹുവിന് എതിരെ രംഗത്ത് വന്ന ഒരു ഗ്രൂപ്പാണ് അവർ. ഏകദേശം 12,000-ഓളം പേരുണ്ടായിരുന്നവർ. അവര് സംഘടിച്ചത് കൂഫയിലെ ഹറൂറ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് അവർ സംഘടിച്ചത്. അങ്ങനെ ഭരണാധികാരികൾക്കെതിരെ, അലി റളിയല്ലാഹുവിനെതിരെ അവർ രംഗത്ത് വന്നു. പിന്നീട് അവരെന്ത് ചെയ്തു? അവരെ മുഴുവനും അലി റളിയല്ലാഹുവിനെ വധിച്ചു കളഞ്ഞതായിട്ട് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതൊരു ഗ്രൂപ്പായിട്ട് മാറി. അവരിൽപ്പെട്ട പല ഒറ്റപ്പെട്ട ആളുകൾ പിൽക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ അല്പാൽപമായിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തതായിട്ട് ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വിഭാഗം ഈ ഹറൂരിയാക്കളാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം. ആ ഹറൂരിയാക്കൾ 12 ആയിട്ട് മാറി. ആദ്യം മനസ്സിലാക്കേണ്ട ഈ ഹറൂരിയാക്കൾ ഏതൊക്കെയാണ് ഈ 12 വിഭാഗം എന്നാണ്. അങ്ങനെ 6ഉം 12 വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 72ആയി. അതിൽ ഒന്നാമത്തത് ഹറൂരിയാക്കൾ 12 പാർട്ടി. ഒന്നാമത്തത് അൽ അസാരിഖ അല്ലെങ്കിൽ അൽ അസ്റഖിയ്യ. അവരുടെ വിശ്വാസം, അവർ പറഞ്ഞു ഖാലു ലാ നഅലമു അഹദൻ മുഅ്മിന, ഞങ്ങളുടെ അറിവിൽ ഒരൊറ്റ മുഅ്മിൻ ഉണ്ടാവില്ല, ഞങ്ങളുടെ അഖീദ പിൻപറ്റാത്ത ഒരാളും തന്നെ മുസ്ലിം അല്ല, മുസ്ലിങ്ങളെ കൊല്ലൽ നിർബന്ധമാണെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു അവർ. മാത്രമല്ല വകഫറു അഹ്ലുൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയെ അവർ കാഫിറാക്കി, അഹ്ലുൽ ഖിബ്ലനെ തന്നെ കാഫിറാക്കി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മുഴുവനും അഹ്ലുൽ ഖിബ്ലയാണ്, മുസ്ലിങ്ങളെ മുഴുവനും കാഫിറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നാണ്. എന്നിട്ടോ അവർ കുറച്ച് നല്ല സ്ട്രോങ് ആയ ആളുകളായിരുന്നു അസാരിഖ്, ഈ വിഭാഗം തന്നെ. അത് രണ്ടാമതായിട്ട് അൽ ഉബാദിയ്യാക്കൾ, അവർക്ക് ഖവാരിജുകളുടെ പാരമ്പര്യമാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മൻ സ്വല്ലാ സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫഹുവ മുസ്ലിമുൻ ഇർദുഹു വമാലുഹു വദമുഹു ഹറാമുൻ. മൻ സ്വല്ലാ സ്വലാത്തനാ, നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്ന, 5 വക്ത് നിസ്കരിക്കുന്ന, വസ്തഖ്ബല ഖിബ്ലതനാ, നമ്മുടെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, വഅകല ദബീഹതനാ, നാം അറുത്തത് തിന്നുന്ന, അല്ലെങ്കിൽ അവർ അറുത്തത് നമ്മളും തിന്നുന്ന, അവരെല്ലാവരും എന്താണ്? മുസ്ലിമാണ്. ഇർദുഹു വമാലുഹു വദമുഹു ഹറാമുൻ, അവന്റെ അഭിമാനവും അവന്റെ രക്തവും അവന്റെ ധനവും ഹറാമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും മുസ്ലിം സൊസൈറ്റി തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ കക്ഷി അൽ ഉബാദിയ്യ, അവർ പറഞ്ഞു മൻ അഖദ ബി ഖൗലിനാ ഫഹുവ മുഅ്മിൻ, നമ്മൾ പറയുന്ന എന്താണോ സ്വീകരിക്കുന്നത് അവരാണ് മുഅ്മിൻ. വമൻ അഅറദ അൻഹു ഫഹുവ മുനാഫിഖുൻ, കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ടീമിന്റെ വാദം എന്താണ്? നമ്മൾ പറഞ്ഞ അനുസരിക്കാണ്ടിരുന്നാൽ അവരെന്താണ്? അവര് മുനാഫിഖാണ്. അതാണ് ചെറിയ വ്യത്യാസം അവര് തമ്മിൽ. ഇതാണ് രണ്ടാമത്തെ കക്ഷികൾ. മൂന്നാമത്തേത് സഅലബിയാക്കളാണ്. അവരുടെ വിശ്വാസം കുട്ടികളെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവർ മുസ്ലിമാണെന്നോ കാഫിറാണെന്നോ പറയാൻ പറ്റില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെതിരല്ലേ ഇത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത് എന്നാണ്. അവരുടെ രക്ഷിതാക്കളാണ് അവരെ ജൂതന്മാരും ക്രിസ്ത്യാനികളും അഗ്നി ആരാധകരും മജൂസികളും ഒക്കെ ആക്കുന്നത് അവരുടെ രക്ഷിതാക്കളാണ്, അവരുടെ പേരൻസ് ആണ്. അപ്പൊ എല്ലാവരും ജനിക്കുന്നത് ശുദ്ധപ്രകൃതിയാണ്. എന്നാൽ ഇവർ ആ വിശ്വാസത്തിനെതിരാണ്. കുട്ടികൾ അവർ വിശ്വാസികളാവുകയില്ല, അവരെ വിശ്വാസിയാണെന്നോ അവിശ്വാസിയാണെന്നോ പറയാൻ പറ്റൂല, വിധി കൽപ്പിക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ ആ വിശ്വാസി അല്ലാത്ത അവസ്ഥയിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ, ഒരു അമുസ്ലിമായ ഒരു കുട്ടിക്ക്, ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടി ഇവരുടെ വിശ്വാസം അനുസരിച്ച് നരകത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു പിഴച്ചൊരു ചിന്താഗതിയുള്ള സഅലബിയാക്കൾ.
നാലാമത്തത് അൽ ഹാസിമിയ, ഹാസിമിയാക്കളാണ്. അവർ പറഞ്ഞു ഈമാൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മാനദരി മല്ലീമാൻ വൽ ഖൽഖു കുല്ലുഹും മഅദൂറുൻ. സൃഷ്ടികൾക്ക് എല്ലാവർക്കും എക്സ്ക്യൂസ് ഉണ്ടാവും. അള്ളാന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒഴിവ് കഴിവുണ്ടല്ലോ, പരലോകത്ത് ചെന്നാലും നമുക്കൊക്കെ ഒഴിവ് കഴിവുകൾ കിട്ടും. കാരണം നമ്മളൊക്കെ ദുർബലരാണ്, നമ്മൾ ദുർബലരാണ്. പ്രവാചകന്മാരുടെ ഈമാനോ പ്രവാചകന്മാരുടെ അത്രക്ക് ഉറപ്പോ ഒന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അള്ളാഹ് നമുക്ക് അവിടെ ഇളവ് തരും, അതുകൊണ്ട് നമുക്ക് അവിടെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഹാസിമിയ വിഭാഗം. രണ്ടാമത്തത് അൽ ഹലഫിയ. അവരെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആണ്. എന്താ? സഅമു അന്ന മൻ തറക്കൽ ജിഹാദ്, ആരെങ്കിലും ജിഹാദ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മിൻ ദക്കരിൻ വ ഉൻസാഉ, ആണും പെണ്ണും ആരെങ്കിലും ജിഹാദ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി തീരും. അത് എല്ലാവരും ജിഹാദിന് പുറപ്പെട്ടോളണം, ആണും പെണ്ണും എല്ലാവരും കൂടി ജിഹാദിന് പുറപ്പെടണം. അങ്ങനെ കുറച്ച് മുജാഹിദാവ നടക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു ചില കക്ഷികൾ അഫ്ഗാനിസ്ഥാനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ ഉണ്ട്. എങ്ങനെ ഈ മറ്റുള്ളവരെ കുന്നുകളയും? അവൻ കുട്ടിയാണെന്നോ സ്ത്രീകളാണെന്നോ ആരും നോക്കാൻ പാടില്ല. ഇസ്ലാമിലെ യുദ്ധത്തിന്റെ ഒക്കെ മര്യാദ ഒരുപാടുണ്ട്. കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല, പ്രായം ചെന്ന ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല, കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ശത്രുവിനെ തന്നെ അവന്റെ മുഖത്ത് വെട്ടാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശത്രുവിന്റെ മുഖം പോലും വെട്ടി വികൃതമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത്രക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു വിഭാഗമാണ് ഈ ഹലഫിയാക്കൾ. പിന്നെയോ മക്രമിയ വിഭാഗം. അവര് പറഞ്ഞത് മുസ്ലിങ്ങൾ എല്ലാവരും, മനുഷ്യരെല്ലാവരും നജസുള്ള ആളുകളാണ്. കാരണം ഇവർക്ക് എപ്പോഴാണോ അശുദ്ധി ബാധിച്ചത് അഥവാ ഒതു നഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവരെ തൊടാൻ പാടില്ല. ഓരോരോ വിശ്വാസങ്ങളെ അവർക്ക് എപ്പോഴാണ് നജസ് ബാധിച്ചത് നമുക്കറിയില്ല, അതുകൊണ്ട് അവൻ കുളിച്ച് വരുന്നത് കണ്ടാൽ മാത്രം ഒന്ന് തൊടുക. കുളിച്ചിട്ട് വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒതുടുത്തിട്ട് വരുന്നത് കണ്ട അപ്പം ഒന്ന് തൊടുക. അവൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നത് വരെ നമുക്ക് അവനെ തൊടാം, കുഴപ്പമില്ല. നിസ്കാരം കഴിയുന്നത് വരെയും പ്രശ്നമില്ല, അടുത്ത് മുട്ടുന്നത് കുഴപ്പമില്ല. നിസ്കാരം കഴിഞ്ഞ പാടെ അവൻ പൊതു നഷ്ടപ്പെട്ടാലോ? ഓരോരോ വിശ്വാസങ്ങളെ അൽ മക്രമിയ വിഭാഗം. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അവനുമായിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല? കുളിച്ച് അള്ളഹാനോട് തൗബ ചെയ്ത് വരുന്നവരെ ഓന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോലും പാടില്ല എന്ന്. വല്ലാത്ത വിശ്വാസം തന്നെ. ഏഴാമത്തെ വിഭാഗം അൽ കെൻസിയ. ആ വിശ്വാസം ഒന്നും ആർക്കും ഇല്ല കേട്ടോ. ഞാൻ പറയുന്ന ഈ 72 വിഭാഗത്തിന്റെ വിശ്വാസം എടുത്താൽ മാത്രമേ എന്താവുള്ളൂ, നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ അഖീദ ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. ആ 72 വിഭാഗത്തെ കുറിച്ച് പറയണമെങ്കിൽ 5-10 ഖുതുബയൊക്കെ വേണ്ടി വരും. ഏതായിരുന്നാലും കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. അടുത്തത് അൽ കെൻസിയ വിഭാഗം. അവർ ലാ യംബഗി അഹദൻ അൻ യുഅത മാലഹു അഹദൻ ലിഅന്നഹു റുബ്ബമാ ലം യകുൻ മുസ്തഹിഖ. ഒരാൾക്ക് 5 പൈസ കൊടുക്കരുത്, ഒരാൾക്കും ₹1 പോലും കൊടുക്കരുത്. കാരണം എന്തായി പറഞ്ഞേ? മാലഹു അഹദുൻ ലിഅന്നഹു റുബ്ബമാ ലം യകുൻ മുസ്തഹിഖ. അവൻ ചിലപ്പോൾ അതിന് അനർഹനായിരിക്കാം ഊഹം. അവൻ ശരിക്കും അതിന് അനർഹൻ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒന്നും കൊടുക്കണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നറിയോ? ലിസ്സായിലി ഹഖ്ഖുൻ, ചോദിച്ചു വരുന്നവന് ഒരു അവകാശമുണ്ട്. വഇൻ ജാഅ അലാ ഫറസിൻ, കുതിരപ്പുറത്ത് വന്നാൽ പോലും, കുതിരപ്പുറത്ത് വന്നിട്ട് അവൻ ഇറക്കാൻ വന്നാൽ പോലും ആ ചോദിച്ചു വന്നു എന്നതിന്റെ ഒരു അവകാശം അവൻ ഉണ്ടായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ ബെൻസ് കാറിൽ വന്നിട്ട് വല്ലതും പിച്ച ചോദിച്ചാൽ പോലും കൊടുക്കണം. ഇന്നത്തെ ബെൻസാണ് അന്നത്തെ കുതിര എന്ന് പറയുമ്പോൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെ ശരിയായ രൂപത്തിൽ നമ്മൾ പിൻപറ്റാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇതിന്റെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കൂടി വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോടും ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. 2027 ഹജ്ജിന്റെ അപേക്ഷ ജൂലൈ 20 വരെയാണ് ഉള്ളത്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 20 ആണ്. അപ്പോൾ ആരെങ്കിലും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ട്രെയിനർമാരെ സമീപിക്കേണ്ടതാണ്.
അപേക്ഷകളിൽ വരുന്ന ചെറിയ ചെറിയ പാകപ്പിഴവുകൾ നമ്മുടെ യാത്ര തന്നെ തടസ്സപ്പെടാൻ കാരണമാകും എന്നതുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ട്രെയിനർമാർ അവരുടെ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പറുകളെല്ലാം ഹജ്ജ് കമ്മിറ്റീൻ്റെ വെബ്സൈറ്റിലുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രെയിനർ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി അവരുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഒരു സഹോദര സുഹൃത്ത് അബ്ദുൽ സത്താർ കാഞ്ഞങ്ങാട്, അദ്ദേഹത്തിൻ്റെ മകൻ ജാമ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. വാരിസ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലാണ്. അത് ബൈക്കിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് ഒരു വാഹനത്തിൻ്റെ പുറകിൽ വന്നിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലാണ്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ സർജറി. അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് സുഖമാകട്ടെ അള്ളാഹു സുബ്ഹാനഹു തആല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും അതുവഴി അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ മദ്രസ കഴിഞ്ഞ ആഴ്ച തുറന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു മദ്രസ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മദ്രസയായിരുന്നാലും പള്ളിയായിരുന്നാലും തുടങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്ഥലം ഉണ്ടാവണം, അവിടെ ഒരു കർട്ടൻ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ 2 ഉസ്താദുമാരെയും കിട്ടിക്കഴിഞ്ഞാൽ മദ്രസ നടക്കും. പക്ഷെ അത് നടത്തിക്കൊണ്ടുപോകലാണ് പ്രയാസം. എല്ലാ കാര്യവും തുടങ്ങാൻ എളുപ്പമാണ്, നടത്തിക്കൊണ്ടുപോകലാണ് പ്രയാസം. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കുക, നമ്മൾ മദ്രസയിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന ഓരോ കുട്ടിയും ഒരക്ഷരം ഒരു കുട്ടി പഠിച്ചാൽ ആ മദ്രസക്ക് വേണ്ടി 1 രൂപ ഒരാൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അവന് ജീവിച്ചിരിക്കുന്ന കാലത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. മരണപ്പെട്ടു കഴിഞ്ഞാലും അവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, അവനെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവനിങ്ങനെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് പഠിച്ചു വരുന്ന ഓരോ വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥി ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം ഈ മദ്രസക്ക് വേണ്ടി ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, ആരൊക്കെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ ശാരീരികമായി സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഒരിക്കലും സമ്പത്ത് കുറഞ്ഞു പോകില്ല. അത് നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ കുറഞ്ഞു പോകുന്ന, അങ്ങനെ കുറഞ്ഞു പോയിട്ടില്ല ആർക്കും. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്നു, നമ്മുടെ സമ്പത്ത് കുറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കുന്നു. പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ആവശ്യം വന്നു, ഇതായിരിക്കും വീട്ടിലേക്ക് ഇന്ന് വേണം ഒരു 10,000 അല്ലെങ്കിൽ 50,000 രൂപ. 50,000 രൂപ എങ്ങനെയൊക്കെയോ നടന്ന് ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ തകർന്നു പോയോ സാമ്പത്തികമായിട്ട്? ഇല്ലല്ലോ, നമ്മൾ അതിജീവിച്ച് വീണ്ടും വന്നില്ലേ. ഇതുപോലെയാണ് ദീനിന്റെ കാര്യത്തിൽ ചെലവഴിക്കുന്നത്. ഞാൻ ഒരിക്കൽ മുമ്പിൽ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നുണ്ട്, നമ്മുടെ നന്മകളെ നമ്മൾ എണ്ണിക്കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു കൃത്യമായി അതിന്റെ പ്രതിഫലം തരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ മദ്രസ നിലനിർത്തി പോകണം, ഈ പള്ളിയുമായി മദ്രസയൊക്കെ നിലനിർത്തി പോകണമെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ മനസ്സ് വിചാരിക്കണം. നമ്മുടെ ആ വീട് നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല നമ്മളെ വീടുണ്ടാക്കിയത്. അയൽവാസികൾ പറഞ്ഞു തന്നിട്ടല്ല വീടുണ്ടാക്കി, നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾക്ക് വീടുണ്ടാക്കിയത്. ആ വീടിന്റെ സൗകര്യം ഇന്നത് വേണമെന്ന് തീരുമാനിച്ചത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന്റെ മുറി ഇങ്ങനെ വേണം, അതില് സീലിംഗ് ഇങ്ങനെ ചെയ്യണം, എല്ലാം നമ്മൾ തീരുമാനിച്ച് ചെയ്തതല്ലേ. നമ്മുടെ നാട്ടിൽ ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്തമാണ് ഒരു പള്ളി നടന്നു പോവുക എന്ന് പറഞ്ഞാൽ. മൗലവിന്റെ ഉത്തരവാദിത്തമല്ല. മൗലവിക്ക് ഒരു റോളും ഇല്ല അവിടെ. അതാത് നാട്ടിലെ പള്ളി നടത്തേണ്ടത്, അവിടെ ഇമാമ് നിൽക്കേണ്ടത്, അവിടെ ഖുതുബ പറയേണ്ടത് അന്നാട്ടിലെ ആളുകളാണ്. അന്നാട്ടിലെ ആളുകളാണ് ചെയ്യേണ്ടത്. കാരണം ഓരോ നാടിന്റെയും സ്പന്ദനം അറിയുന്നത് ആ നാട്ടുകാർക്കാണ്. അതുകൊണ്ട് ആ നാട്ടുകാര് അത് സൗജന്യമായി ചെയ്യേണ്ട സംഭവമാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് അവസരമില്ല, പണ്ഡിതന്മാരെ കുറവുണ്ടാകാം, അതല്ലെങ്കിൽ നമ്മുടെ അസൗകര്യങ്ങളൊക്കെ കൊണ്ടാകും പലപ്പോഴും പള്ളിയിൽ ഇമാമുമാരെ വെക്കുന്നത്. ഏതുപോലെ എന്നറിയുമോ? ഒരു പള്ളിയിൽ ഒരു ഉസ്താദിനെ, ഒരു ഇമാമിനെ നിർത്തുക. ഞാൻ പള്ളിയിലെ ഒരു ഇമാമാണ്. ഒരു പള്ളിയിലെ ഒരു ഇമാമിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണെന്നറിയോ? നമ്മുടെ ഉപ്പാനെ ഉമ്മാനെ നമുക്ക് നോക്കാൻ പറ്റാതെ വൃദ്ധസദനത്തിൽ കൊണ്ടയാക്കിയിട്ട് കാശ് കൊടുക്കൂലേ? ആ ഒരു രീതിയാണ്. നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ നോക്കണ്ടാരാ? നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ പള്ളി നോക്കേണ്ടതാരാ? നമ്മൾ തന്നെയാണ്. അത് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം അവസാനം ചിന്തിക്കേണ്ട മാർഗമാണ് പള്ളിയിൽ ഒരാളെ വെക്കണം എന്നല്ലേ. അല്ലെങ്കിൽ ഊഴമിട്ട് ഓരോരുത്തർ ഇമാമ് നിൽക്കേണ്ട സംഭവമാണത്.
ഖുത്ബയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇമാമ് നിൽക്കേണ്ടത് അങ്ങനെയാണ് ഓരോരുത്തരും. അതിന് ഞങ്ങൾക്ക് ഹാഫിലീങ്ങളല്ല, ഖിറാഅത്തില്ല. ഖിറാഅത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് തന്നെ. ചരിത്രം, ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കും, നമുക്ക് അവിടെ കാണാൻ കഴിയും. അതായത് നാട്ടുകാരെ നിൽക്കുക. പിന്നെ ഓരോ നാട്ടിലേക്കും ഖലീഫമായി അയക്കുന്ന ആളുകളെ ആണ് നാട്ടിലെ ഇമാമായി നിൽക്കുന്നത്. ഖലീഫമാര്, നമ്മളൊന്നും ഖലീഫമാരല്ല, നമ്മളൊക്കെ നാട്ടുകാരല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അതാത് നാട്ടുകാരാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇമാമിനും ഖത്തീബിനും നാട്ടുകാർ ചെയ്യേണ്ട സേവനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും ചെയ്യണം. അത് ഏത് നാട്ടുകാരെയും, ഏത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരുന്നാലും അവരെ നന്നായി പരിഗണിക്കണമെന്നാണ്. അവർക്കുള്ള സൗകര്യങ്ങളായിരുന്നാലും എല്ലാം നമുക്ക് എങ്ങനെയാണോ സൗകര്യം, ആ രൂപത്തിലുള്ള സൗകര്യമാണ് അവർക്കും കൊടുക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മദ്രസയുടെ കാര്യം ഞാൻ പറഞ്ഞത്, മദ്രസ നമ്മളെ കൊണ്ടേ കഴിയുള്ളൂ. നമ്മുടെ കഴിവിന്റെ പരമാവധി, ഓരോരുത്തരുടെ കഴിവിന്റെ പരമാവധിയാണെന്ന് രണ്ടാൾക്കേ അറിയുള്ളൂ. രണ്ടാൾക്ക്, ഒന്ന് നമുക്കും മറ്റത് പടച്ച റബ്ബിനും. ഈ രണ്ടു പേർക്കാണ് നമ്മുടെ കഴിവിന്റെ പരമാവധി അറിയുള്ളൂ. അതുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആ സ്വതക്കയെ പാഴാക്കി കളയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ ദോഷങ്ങളും സിട്ടാവായ പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു വരുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും ഹോസ്പിറ്റലുകളും രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ റബ്ബി റഹംകുമാ കമാ റബ്ബയാനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി أجمعين وآخر دعوانا الحمد لله رب العالمين.